കഷ്ടപ്പാടാണ്. മുണ്ടൊക്കെ ഒന്ന് മടക്കി കുത്തിയിട്ട് പരിപാടി. ഞാൻ സംഗതി നമ്മൾ ചെയ്സ് വരുമ്പോൾ കാണുന്നല്ലാണ്ട് ഈ ഒരു രീതിയിൽ തുറക്കാൻ പറ്റില്ല. ഇത് ജസ്റ്റ് ചാവിടുക, ഒരു തിരി അങ്ങട്, ആൾട്ടർനേറ്ററി ഐറ്റംസ് ഒക്കെ അത് ഈ പുറത്താണ് വരുന്നത്. ഇത് വന്നിട്ട് ഉച്ചയ്ക്ക് സ്പെഷ്യലി കഴിക്കാൻ മട്ടൻ ബിരിയാണിയാണ്. സ്പെഷ്യൽ മട്ടൻ ബിരിയാണി തമിഴ്നാട് സ്റ്റൈല്. അതെ, സ്പെഷ്യൽ മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മൂപ്പനെ ഉണ്ടാക്കി ഇഡ്ലി രാവിലത്തെ. ഹേ ഗൈസ്, ആരും ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്ത? സോ ലെറ്റ്സ് ഹാവ് എ ചേഞ്ച്. യെസ് ഗൈസ്, ഇനി കുറച്ചു കാലം നമ്മൾ ഈ ഒരു വണ്ടിയിലായിരിക്കും. നമ്മുടെ രാമചന്ദ്ര ഹോളിഡേയ്സിൻ്റെ ഭഗവാനിലായിരിക്കും കുറച്ചു കാലം. നമുക്ക് ഓൾറെഡി രാമചന്ദ്രയ്ക്ക് 2 ബസ്സും ഒരു 26 സീറ്റും ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസം നമുക്ക് ഈ ഒരു വണ്ടിയിൽ നോക്കാം. അപ്പോൾ എന്തായാലും എൻ്റെ കൂടെ നമ്മുടെ സൂര്യേട്ടനുണ്ട്, അതുപോലെ തന്നെ രഞ്ജിത്തേട്ടനുണ്ട്, പിന്നെ ഞാനുണ്ട്. ഞങ്ങൾ 3 പേരാണ് ഇന്ന് ഈ വണ്ടിയിൽ സ്റ്റാഫായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ നേരെ വന്നിട്ട് സത്യമംഗലത്തോട്ടാണ് ഇന്ന് ട്രിപ്പ്. 2 ദിവസത്തെ പ്രോഗ്രാമാണ്. നമ്മുടെ കുത്താമ്പുള്ളിയിൽ നിന്ന് തന്നെയാണ്, കുത്താമ്പുള്ളി സെൻറ്ററിൽ നിന്നാണ് ട്രിപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ള അസോക്സിയം മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഹാരിസ്കാർഡ് പറഞ്ഞു, ഹാരിസ്കാർ എനിക്ക് ചേഞ്ച് വേണം. അത് എനിക്ക് പേഴ്സണലി തോന്നിയൊരു വണ്ടി ഒന്ന് ചേഞ്ച് ചെയ്യണം. കാരണം സ്ഥിരം ഒരു വണ്ടിയിലല്ലേ, അപ്പോൾ എന്തായാലും ഒരു ചേഞ്ച് വേണം, പുതിയ ആൾക്കാരെ പരിചയപ്പെടണം എന്നുള്ള രീതിയിൽ ഞാൻ ഹാരിസ്കാർഡ് പറഞ്ഞു. ഹാരിസ്കാർ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ അങ്ങനെ ഓക്കെ നീ ഇറങ്ങാൻ ഇറങ്ങിക്കോ പറഞ്ഞിട്ടാണ് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ. അല്ല പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. ആദ്യം തന്നെ പറയാം, ഇനിയിപ്പോൾ പലരും ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൽ കുത്തി ഇറക്കുന്ന ഒരു ചോദ്യമാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നുമല്ല, സംഗതി ഇങ്ങനെയാണ്. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഈ ഒരു വണ്ടിയിലാണ്. സോ നമ്മുടെ സൂര്യേട്ടൻ്റെ അതുപോലെ തന്നെ നമ്മുടെ രഞ്ജിത്തേട്ടനാണ് ഈ ഇരിക്കുന്നത്. യെസ്, രഞ്ജിത്തേട്ടൻ ഒരു ഹായ് കൊടുക്കൂ. വീഡിയോയുടെ ഇൻട്രോ ഇവിടെ വെച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇനി അടിപൊളി വീഡിയോ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് BS6 ലേലാൻഡാണ് വണ്ടി. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചാൽ സൂര്യേട്ടനോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളു കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. നമ്മുടെ ജെ ഓഡിയോസിൻ്റെ സൗണ്ട് സെറ്റിങ്സ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് ഈ ഒരു രീതിയിലും അതുപോലെ തന്നെ ഇൻറ്റീരിയറിൽ ഇത്ര നേരം TV ഇട്ടിരുന്നത്, അതാണ് സംഗതി ഇത് തുറന്നിട്ടിരുന്നത്. ജസ്റ്റ് നമുക്ക് ക്ലോസ് ചെയ്യാം. ചെറിയ ചെറിയ പാനൽ ബോർഡ് വർക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടർ വിശേഷങ്ങൾ കുറച്ച് കാലം നോക്കാം. എന്താ പറയുക, അതുപോലെ തന്നെ നമ്മൾ രാവിലെ എത്ര മണിക്ക്, ഏകദേശം 3 മണിക്ക് നമ്മൾ ട്രിപ്പ് എടുത്തല്ലേ രഞ്ജിത്തേട്ടൻ? 3 മണി. യെസ്, 3 മണിക്ക് നമ്മൾ ട്രിപ്പ് എടുത്തു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുണ്ട്, അതൊന്ന് കണ്ടിട്ട് വരിക. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസ് നോക്കാം. അപ്പോൾ നമ്മൾ ആൾക്കാരൊന്ന് ഫ്രഷ് ആവണം. ഫ്രഷ് ആവില്ല, ജസ്റ്റ് ഒക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. കുറേ നേരമായി ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം പറഞ്ഞപ്പോൾ നമ്മൾ തൊട്ട് ബാക്കിൽ കനാലുണ്ട്. അപ്പോൾ കനാലിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഹേ ഗായ്സ്, നമ്മളങ്ങനെ ബസ് എടുത്തു നേരെ പമ്പിൽ. സമയം നോക്കുകയാണെങ്കിൽ 3:30 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കൂടെ സൂര്യേട്ടൻ്റെ അതുപോലെ തന്നെ രഞ്ജിത്തേട്ടനും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കി വെക്കാം. സൂര്യേട്ടാ, ഇന്ന് എവിടേക്കാണ് ഓട്ടം? ഇന്ന് നമ്മൾ സത്യമംഗലത്തേക്കാണ്. ഇന്നത്തെ ട്രിപ്പ് ഒരു സ്പെഷ്യൽ ട്രിപ്പാണ്. ഇന്നേ വരെ ഏത് വ്ളോഗിലും ആരും കാണാത്തൊരു ട്രിപ്പാണ് ഇന്നത്തെ ട്രിപ്പ് കേട്ടോ. കണ്ടുവെക്കൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് വിശേഷം. കൂടെ നമ്മുടെ രഞ്ജിത്തേട്ടുണ്ട്, മൂപ്പരും രാവിലെ തന്നെ വന്നിട്ടുണ്ട്. ഒരു ഹായ് കൊടുക്കുക. രാവിലെ തന്നെ വെറുതെ നമ്മൾ നനപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കി നോക്കി, ജസ്റ്റ് ഫുള്ള് മഴ ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ഫുൾ ടാങ്ക് ഡീസൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് വണ്ടി എടുക്കാം. നമുക്ക് ഇവിടുന്ന് അടുത്ത് തന്നെയാണ്, കുത്താമ്പുള്ളിയിൽ തന്നെയാണ് നമുക്ക് ട്രിപ്പ് ഉള്ളത്. അങ്ങനെ നമ്മൾ ഏകദേശം 12,485 എണ്ണ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് എടുക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവിടെ എന്താ വെച്ചാൽ ഈ വണ്ടി എപ്പോഴും അടിതട്ട് ഏറ്റവും വലിയ സീൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് വണ്ടി എടുക്കാം. ഇതെന്താ വെച്ചാൽ വണ്ടിയുടെ ഫ്രണ്ട് ഭയങ്കരമായിട്ട് പുറത്തേക്കല്ലേ, അത് കാരണം ഭയങ്കര ഇഷ്യൂ ആണ്. പോട്ടെ. സ്റ്റെപ്പ് ആ കയറ്റിക്കോളം പറ. ബാക്ക് വലിയ സീൻ ഫ്രണ്ട് ചെയ്യാം. രാവിലെ തന്നെ ഇവിടെ പുഴ ഒഴുകാൻ തുടങ്ങി. ഞങ്ങളങ്ങനെ നൈസായിട്ട് ആൾക്കാർ എടുക്കേണ്ടടത്തേക്ക് പോകുന്നതുകൊണ്ടിരിക്കുകയാണ്. കുത്താമ്പള്ളി ബസ് തിരിക്കുന്നടത്തേക്ക് നമ്മളങ്ങനെ എത്തി. ഇതാണ് ലാസ്റ്റ് പോയിന്റ് കേട്ടോ.
അവിടെ ഇട്ട് വണ്ടി ഇരിക്കാം. അങ്ങനെ നമ്മളിതാ ആൾക്കാരെ എടുക്കാൻ വേണ്ടി കുത്താമ്പുളി സെൻറ്ററിൽ പോയി നിർത്തുന്നത്. ഇവിടെ നമുക്ക് രാത്രി വണ്ടികൾ ഹാട്ടുള്ള സ്ഥലങ്ങളാണ്. വൈഗടയും അതുപോലത്തെ നമ്മൾ ഒരു ബാക്കിലാണ് വൈഗട നാശ, അതുപോലെ തന്നെ ഇപ്പോൾ ശ്രീകൃഷ്ണയുടെ വണ്ടി എടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പോയിട്ട് നൈസായിട്ട് ഇതിന് സൈഡാക്കി ഡിക്കൊക്കെ ഓപ്പൺ ചെയ്തിട്ട് വേണം സാധനങ്ങളൊക്കെ കയറ്റാണ്ട്. രണ്ട് ദിവസത്തെ പരിപാടി, രണ്ട് ദിവസത്തെ പരിപാടികൾ, അധികമൊന്നുമില്ല. എന്തായാലും നമുക്ക് ഞാൻ ഇൻട്രോ അവിടെ പോയിട്ട് എടുക്കാമെന്ന് ചോദിച്ചിട്ടാണ്. സോ സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് സെറ്റ് ചെയ്യാം. അങ്ങനെ ചെറിയൊരു പൂജയൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ വണ്ടി എടുക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ കർപ്പൂരം കത്തിച്ചിട്ട് നല്ലൊരു നാളികേരം കുടച്ചിട്ട് സെറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. ഓക്കെ, ലൈറ്റൊക്കെ ഓൺ ചെയ്തു. നോക്കി നോക്കാം. ലെറ്റ്സ് വെയിറ്റ്. തമിഴ്നാട് ഗവൺമെൻറ് ബാക്ക് എഞ്ചിൻ ലെയ്ലാൻഡ് എന്താ രസം വണ്ടിയാണ്. എപ്പോഴും ഇങ്ങനെ കണ്ടാറിയാണ്. നമ്മൾ നൈസായിട്ട് ചായ കുടിക്കാൻ നമ്മുടെ MDS നിർത്തിയിട്ടുണ്ട്. ഇഷ്ടംപോലെ കുറേ MDSകളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. ഇൻവെർട്ടറിൽ ഏതെങ്കിലും ഓണാണോ? കിടക്കി ശബ്ദം കേൾക്കുന്നു. കോഴി മാർക്കറ്റ്, നാടൻ കോഴി മാർക്കറ്റ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതെന്താ നമ്മുടെ സ്ഥലപ്പേര്? അണ്ണൂര്. ആർക്ക് നാടൻ കോഴി വേണേലും വേഗം ഓടിയാന്ന് തോന്നുന്നു. ഞങ്ങൾ എന്താ ആൾക്കാർ കൂടിക്കണെന്ന് വെച്ചപ്പോൾ എന്ത് തേങ്ങ വിചാരിച്ചു. പിന്നീട് കോഴിക്ക നമ്മളങ്ങനെ നൈസായിട്ടൊരു കനാൽ കണ്ടപ്പോൾ നൈസായിട്ട് സൈഡാക്കിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു കനാൽ, അപ്പോൾ എല്ലാവരും ഇവിടെ നിർത്തും പറഞ്ഞു. അപ്പോൾ നൈസായിട്ട് നമ്മൾ അവിടെ സൈഡാക്കി 6 വിചാരിക്കണ അങ്കല്ല. എൻ്റെ എയർ മറ്റേ കംപ്രസർ പിടിച്ചാൽ കടകടോ ശബ്ദം. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, നല്ല സ്മൂത്ത് ഉണ്ടാവും. അപ്പോൾ ഒരു പ്രശ്നമില്ല. കുറച്ച് ഞാൻ കാണിച്ചത് സ്വഭാവമൊക്കെ മാറുന്നത്, ഈ ശബ്ദത്തിനൊക്കെ മാറുന്നത് കാണിച്ചത് കേട്ടോ. കടപട ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഈ ഒരു ശബ്ദം ഇല്ലെങ്കിൽ വണ്ടി എന്തോ സ്മൂത്ത് ആക്കിയൊക്കെ. പക്ഷെ ഇത് വൃത്തിയുടെ സൗണ്ട് മനുഷ്യനെ ഇതാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ സംഗതി എന്താ വെച്ചാൽ ലെയ്ലാൻഡ് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. യെസ്, നമ്മൾ ആഡ് ബ്ലൂ ഒഴിക്കാൻ പോവാണ്. ഇതാണ് ആഡ് ബ്ലൂവിൻ്റെ കുട്ടി ടാങ്ക്. ആകെ ഈ ഒരു ടാങ്കിൽ ആഡ് ബ്ലൂ കൊണ്ടു ഇത്ര ചെറിയ ടാങ്ക്. ഇതിലേക്ക് എന്തായാലും ഇത്ര സ്ഥലമുണ്ട്, കുറച്ചും കൂടി താത്തി ഉണ്ടായിക്കൂടെ. എന്നാൽ ഫുള്ള് ഒരുമാതിരി ആളെ പറ്റിക്കണ പരിപാടി. അപ്പോൾ അതിലൊക്കെ ആഡ് ബ്ലൂ തന്നെയല്ലേ? കഴിഞ്ഞതാ അടിപൊളി. അത് ഒരു വിഷയം. സ്റ്റോക്ക് എങ്ങനെ സത്യം പറയാലോ, ആഡ് ബ്ലൂവിൻ്റെ ടാങ്ക് വലുതാക്കായിരുന്നു കേട്ടോ. കാരണം എന്തായാലും ലോങ് ഓണ വണ്ടിയാണ്, കിലോമീറ്റർ കുറേ ഓടണമാണ്. ഇതും കൂടി താത്തിയിട്ട് പണിതാലും മോശം വരില്ലായിരുന്നു. ലെയ്ലാൻഡ് ഇതൊക്കെ ശ്രദ്ധിക്കണം. ചാവി കത്തെടുക്കോ. കഷ്ടപ്പാടാണ്. കയ്യിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചൊറിഞ്ഞിട്ട് വരാണ്ടാവില്ല. ഓഹോ, അത് പുതിയൊരു അറിവാണ്. അടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല, അങ്ങനെ അറിയിക്കാം. അങ്ങനെയാണ് ആദ്യയുടെ കാര്യം. ആദ്യം നടക്കുക. ഇത് എത്ര ലിറ്റർ ഇതിൻ്റെ ഫുൾ ടാങ്ക്? 22 കയറും. ഇതിപ്പോൾ 20 നമ്മൾ വഹിക്കുന്നത്. 10% 10% ആക്കാൻ പാടില്ല ശരിക്കും. 25 കമ്പനി പറഞ്ഞ 25% ഒഴിക്കുന്ന പറയുന്നത്. 25 വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 25 ആക്കി ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെൻഡിങ് ആവും. 22 ആയാലും പെൻഡിങ് ആവും. ഓഹോ, ഒരു 10-20 കഴിഞ്ഞാൽ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ കയറും ചെയ്യും, 100% ആവും ചെയ്യും. ഓ അങ്ങനെ. കയ്യിപ്പോൾ തന്നെ ഒരുമാതിരി പശ പോലെ. ശ്രദ്ധിക്കേണ്ട വണ്ടി കുറച്ചാൽ
ഫാറ്റ് ബ്ലൂവിന് അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. സംഗതി എക്സോസ്റ്റ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം ഒക്കെ തന്നെയാണ്. അതിൻ്റെ വിഷയം എന്താണ്? സത്യത്തിൽ ഇവിടെ മിനി പമ്പ് വാങ്ങിച്ച് വയ്ക്കുക നല്ലത്. അതിൽ തന്നെ വയ്ക്കുക, കുഴലിടുക, നേരെ ഇതിൽക്കെടുത്ത് പമ്പ് ചെയ്യുക. അങ്ങനെ പൊട്ടിച്ചത് നേരെ ഫുള്ളാക്കുക, ഇവിടെ നിന്ന് സർക്കുലേഷൻ പമ്പ് വയ്ക്കുക. ആ അങ്ങനെ രാവിലത്തെ ഭക്ഷണം നമ്മൾ ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. അതാ വരും. ആരഹാവും ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി എന്ത് പരിപാടിയും. നല്ലൊരു കനാല് കൊണ്ട് നിൽക്കുക. ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവും. കൈ കഴുകാം, കുളിക്കാം, മറിയാം, പാൽപ്പുറത്തിയാടെ നമ്മൾ കയറാം. വെജിറ്റേറിയനോട് വരാം. ഇഡ്ഡലി, സാമ്പാർ, വട. 5 കിലോമീറ്റർ ഉള്ളൂ നമുക്ക്. അപ്പോൾ നമ്മൾ നൈസായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് മുല്ലപ്പൂവിൻ്റെ കൃഷിയുണ്ട്. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. സംഗതി നമ്മൾ നാട്ടിലത്തെ പോലെ വള്ളിച്ചെടികളൊന്നല്ല, ഇവിടെ ചെറിയ ചെറിയ കുറ്റിച്ചെടികൾ പോലത്തെ. പേരെന്താ? ഗണേഷ്. എന്താ ചെയ്യണേ? തന്നെ. അപ്പോൾ എത്ര നേരം മുല്ലപ്പൂവിൻ്റെ ഡിസൈൻ സാരി. എത്ര നേരം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരൊറ്റ ചെടി കാണാനല്ലോ. മുല്ലപ്പൂ പാടങ്ങളുണ്ടായിരുന്നു മൊത്തം. കാണിച്ചു തരാം. ലുക്ക്. അത് ഫുള്ള് പൊരിക്കുന്ന മുല്ലപ്പൂവാണ്. ഫുള്ള് കുറ്റിച്ചെടി പോലെ ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കും. അതിൽ നിന്നാണ് പൊറിച്ചുണ്ടാക്കുന്നത്. ഇവിടെ ഈ സൈഡിൽ കാണാമല്ലോ, നമുക്ക് നോക്കിയാൽ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതാണ്ടോ, ഇതേപോലത്തെ ചെടികളാണ്. ആ ചെടിയിൽ ഫുള്ള് മുല്ലമുട്ട ഉണ്ടാവുക. അതിനെ പൊറിച്ച് നാളത്തേക്കുള്ള മുല്ലപ്പൂ ഇന്ന് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് മുല്ലപ്പൂ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു അറിവിലേക്ക്. ഓക്കെ, നമുക്ക് നേരെ വിടാം. അപ്പോൾ എങ്ങടാ പോകണ? ഭണ്ണാരി അമ്പലം. ഫേമസായ ഒരു അമ്പലമാണ് ഭണ്ണാരി അമ്പലം. ഓക്കെ. തമിഴ്നാട്ടിലെ ഒരുവിധം എല്ലാ ഭാഗത്തും ആൾക്കാർ വരാണ്ട്. ഈ അമ്പലം ഒരുപാട് സിനിമയിലുണ്ട്. ശരിക്കും കേരളത്തിലെ ആൾക്കാർക്ക് ഈ ഭണ്ണാരി അമ്പലം ഒന്നും അറിയില്ല. വീരപ്പന്റെ കാള സത്യമംഗലം തിപ്പം. അപ്പൊ അതിന് താഴെയുള്ള അമ്പലമാണ് ഭണ്ണാരി അമ്പലം. ഈ പണ്ട് കാലത്ത് വീരപ്പൻ ഇവിടെ ഈ അമ്പലത്തേക്ക് വന്ന് പോകാനുള്ള ഐതിഹ്യം കൂടി ഉണ്ട് കേട്ടോ. പിന്നെ വലിയൊരു ഫേമസായ അമ്പലമാണ്. അങ്ങനെ നമ്മൾ ബന്നാരി അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. നമ്മളെന്തായാലും താൽക്കാലികമായിട്ട് അങ്ങോട്ട് പോകുന്നില്ല. വേറൊന്നുമല്ല, നല്ല വെയിലാണ്. ചൂട് അൺസൈക്കബിളാണ്. നല്ല ചൂടുണ്ട്. നമുക്ക് ജസ്റ്റ് റെസ്റ്റ് എടുത്ത് സുഖിക്കുകയാണല്ലേ. റെസ്റ്റ് എടുക്കാനേ പറ്റും. നല്ല വെയിൽ, എന്താ ചൂട്. സോ എന്ത് ചൂടാ. കുറച്ച് നേരം ഇവിടെ കഴിക്കാം. നമ്മൾ ഈ 10:10 തന്നെയാണല്ലോ. യെസ്, 10:15 ടൈം സെറ്റ് ചെയ്യാം. സോ ലെറ്റ്സ് വെയിറ്റ്. അവിടെ വേണ്ട പടക്കം പൊട്ടിക്കുന്നു. ഇവിടെ RTO ചെക്ക് പോസ്റ്റിൻ്റെ നമ്മൾ സത്യമംഗലം ഫോറസ്റ്റ് ഏരിയയ്ക്ക് കയറുമല്ലേ. അപ്പോൾ അവിടെ വന്നിട്ട് ഇവിടെ പാസ് ഉണ്ട്. അതിനുശേഷമാണ് ബാക്കി എല്ലാം. അവിടെ നിന്ന് ചെക്കന്മാർ ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അതിന് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയാണ്. SCP ഉണ്ട്. അതിൻ്റെ പിന്നിൽ 3-4 ബസ്സുണ്ട്. എത്ര പടക്കം നമ്മൾ പൊട്ടിക്കണേ? ചെക്കന്മാർ ടൂർ പോണേൻ്റെ കയറാം. എത്ര കൂടെ കൊടുത്ത്? 100 കൊടുത്തു. ക്ലോസ് ദ ഡോർ. ഇവിടെ എത്ര വേണ്ടി വരും? അപ്പോൾ എനിക്ക് പാസ് വേണ്ടി വരും. ചെക്ക് പോസ്റ്റ് എൻട്രി വേണ്ടി വരുമല്ലോ. എന്താ സുഖം. ഉണ്ടമ്പൊരിയോ പോയാള്. അത് പോലീസുകാരൊന്നല്ല, തോന്നിയില്ല. ചോളകം എന്താ കേട്ടോ, ഒന്ന് വീതിയിലൊക്കെ ഉണ്ടായിക്കോളെ ഈ സാധനം. വണ്ടി കറക്റ്റൊക്കെ കൊള്ളുന്നു. ഹൈ റേഞ്ചിലില്ല. ഇവിടെ 3 തരം പിഴിയലാട്ടോ. കാരണം നമ്മൾ പറഞ്ഞ RTOൻ്റെ അവിടെ 100, അത് കഴിഞ്ഞ് വന്നിട്ട്
നമ്മുടെ ഇവിടെ പോലീസുകാരുടെ വക വേറെ 100. ഇവിടെ എന്താ വെച്ചാൽ ഇവിടുത്തെ സാധാരണക്കാരാണ് ഇവിടെ നിൽക്കുന്നത്, തടുക്കാൻ വേണ്ടിയിട്ട്, പൈസ പിരിക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാരാണ് നിൽക്കുന്നത്. അങ്ങനെ ഈ ശബ്ദം കേൾക്കുമ്പോൾ എന്തോ പോലെ കഴിഞ്ഞോ എന്ത് ചെയ്യാം. ആ ചങ്ങായിക്ക് എത്ര കമ്മീഷൻ പൈസ കിട്ടണാവോ തടുക്കാൻ നിൽക്കണ ആ ചങ്ങായിക്ക്? ക്ലോസ് ദ ഡോർ. കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്ക് ബിനാമിയായിട്ട് കൂലിപ്പണിക്ക് പോയില്ല. നമ്മളവിടെ 8 മണിക്ക് തേപ്പണിക്ക് പോയില്ല. ആ ആൾക്കാരെ പിടിച്ചു വെച്ചിട്ട് അവര് ജസ്റ്റ് ഒരു ദിവസം നിന്ന് രാത്രി അവർക്ക് അവരൊപ്പം തിളക്കാൻ 2000 രൂപ കിട്ടും. ഒരു മേലനങ്ങല്ലേ, കുറച്ച് വെയിലുണ്ടായി, പൈസ കിട്ടി. മലയാളം പറഞ്ഞ പോലീസുകാരെ നമ്മളെ പറ്റിക്കുക. അപ്പൊ തമിഴിൽ പറയണം, നിങ്ങൾക്ക് തമിഴ് കൊത്തുന്നു. അങ്ങനെ നമ്മൾ സത്യമംഗലം കാട് കയറി അവസാനത്തെ 2-3 വളവ് കൂടി ഉണ്ട്. അത് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ദൗത്യം കഴിഞ്ഞു. ഇത്രയും ഇതിൽ ഏകദേശം 2 വളവിലൊക്കെ നമ്മൾ റിവേഴ്സ് എടുത്തു. 26/27 മുകളിൽ വണ്ടിയിട്ട് നോക്കുക. കയറുക ഒരു കൊട്ടയാണ് ഒക്കെ ഇഞ്ച് ഗ്യാപ്പാട്ടോ. നമ്മൾ താഴത്തുനിന്ന് മേലെ വരെ കയറി വന്നിരിക്കുകയാണ്. ആ കാണുന്ന റോഡ് കൂടെ നമ്മൾ പോകുന്നത്. ഗൈസ് ഇവിടെ നോക്കി ഫുള്ള് മഞ്ഞപ്പൂവിൻ്റെ വലിയ കൂമ്പാരം പോലത്തെ സാധനം. പിന്നെ ഇതെന്താണെന്ന് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. മോളൊക്കെ ഉണങ്ങി, പക്ഷേ അതിൻ്റെ ഇതിൽ നോക്കിയൊക്കെ മഞ്ഞപ്പൂ നല്ല രസമുണ്ട്, അടിപൊളിയായിരുന്നു. ഗൈസ് ഈ കാണുന്ന ഫുള്ള് കരിമ്പാണെന്ന് തോന്നുന്നു. പയ്യെ മിണ്ടാണ്ടൊക്കെയാണ്. അതെ അമ്മക്കുട്ടി മാറേ അമ്മക്കുട്ടിക്കൊന്നും പേടിയില്ല. ചോളാണ് ഈ മൊത്തം. ചോളം കരിമ്പ് ചോളം വളർന്നിട്ടില്ല. അങ്ങനെ ചോളം മൊത്തം ചെറിയ സ്വീറ്റ് കോണൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചോണ്ട് പോയായിരുന്നു. എന്തായാലും നല്ല അടിപൊളി. ഇവിടെ കൂളായിട്ടുള്ളതാണ്. അവിടെ ആയിണ്ട് ബേബി കോണൊക്കെ ഉണ്ട്. ഇതെന്താ കോളിഫ്ലവറാണ്. അങ്ങനെ നമ്മളെത്തി. ഈ ഗേറ്റ് പൊളിച്ചത് ആനയത്ര. അയ്യോ ആന വരുന്നേ. ആന വരുന്ന സ്ഥലത്താണോ സംഗതി. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആ കാണുന്ന വീടാണ് ഇവർക്ക് സ്റ്റേ അടിക്കാനുള്ളത്. അതുപോലെ നമുക്ക് ബസ് അവിടെ കയറ്റിയിടാൻ പറഞ്ഞു. പക്ഷെ അവിടെ കയറ്റിയിടാനുള്ള വിഷയമല്ല, അവിടെ കയറി പോകണ്ടേ. ഈ സാധനം എന്താ വെച്ചാൽ അടി തട്ട് ഒന്നത് ഫ്രണ്ട് ഭയങ്കര താഴ്ന്നിട്ടായി വണ്ടി. വടി പെട്ടെന്ന് തട്ടുന്നുണ്ട്. അതാണ് ഭയങ്കര വിഷയം. ഇനിവേ നമുക്ക് ശ്രമിക്കാം, അത് നടക്കും. ആനയ്ക്കൊക്കെ വീട്ടിലിരുന്നാൽ പോരെ, വെറുതെ എന്തിനാ റിസ്ക് എടുത്തിട്ട് മനുഷ്യ ഇതുകൊണ്ട്. സംഗതി എന്താ വെച്ചാൽ ഇവിടെ കോണും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ബേബി കോൺ കുറച്ചുണ്ട് തോന്നുന്നു. പറ്റിച്ചാൽ നമുക്ക് പൊട്ടിക്കാം, അത് നടക്കും. അപ്പോൾ ലെറ്റ്സ് ഗോ. നമ്മുടെ സാധനം ഫുഡ് വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ഭംഗിയാണ്, തമിഴ്നാടൻ ഭംഗിയാണോ കർണാടക ഭംഗിയാണോ, ഏത് ഭംഗിയിലാണ് അത് വീട്? തമിഴ്നാട്. അതെ, തമിഴ്നാടൻ അതെ തമിഴ്നാട് കർണാടക ബോർഡറിലൂടെ ഗ്രാമപ്രദേശത്തിലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഹസന്നൂർ. ബസ് വേണ്ട അവിടെ ഒന്ന് അങ്ങനെ നിർത്തിയിട്ടുണ്ട്. നൈസായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റുമെന്നൊക്കെ വെച്ചു. ഇതിൻ്റെ ഉള്ളിൽ കയറ്റി അതെ അല്ല കയറുമ്പോൾ സുഖമായിട്ട് കയറി, ഇറങ്ങുമ്പോൾ നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. ഉണ്ടാക്കല് നമുക്കെടുക്കാം, നെല്ലിക്കെടുക്കാം. ഇവിടെ ഉള്ളവർക്ക് വേണ്ടാത്തുള്ളത്. നമ്മുടെ മലയാളിയൊക്കെ കിട്ടിയ എന്താ തിന്നാൻ പറ്റാത്ത. ഇത് എൻ്റെ ചെറിയ അടിപൊളി നെല്ലിക്കയാണ്. നെല്ലിമരം യെസ്. ഇതുപോലത്തെ ഓരോ ഫാം ഹൗസൊക്കെ ഉള്ള അടിപൊളിയാണല്ലേ. ഇടയ്ക്ക് ഓരോ മൈൻഡ് ഔട്ടിനൊക്കെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലം. അത് വെച്ചിട്ട് ബീൻസ് ഉണ്ടാക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് നുറുക്കേണ്ടി വരും.
டிராக்டர்னு இங்கே நிப்பாட்டி இருக்கு. ഇത് ഓരോന്നും ഓരോ പേരുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അമ്മയുടെ പേര് ചോദിക്കും. കിള്ളിമല. പിള്ളേർക്ക് ഇങ്ങനെ പറയും, പിള്ളേർ പറയും ഏട്ടാ സാറേ ഏതാ കിള്ളിമല എന്ന് പറയും. പിള്ളേരെ മൂന്നാറ് കൂടെ പോകുമ്പോഴേ ഏതാ വീരപ്പനെ കാണുന്നത്. ആ പിള്ളേര് ഏതാ വീരപ്പനെ കാണുന്നത്. നന്നായി. അവിടെ പാചകത്തിൻ്റെ പരിപാടികളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഉള്ളി നിറക്കാതെ തുടങ്ങിയ പരിപാടികളെല്ലാം സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുക്കിനെയൊക്കെ ഇവിടുന്ന് തമിഴ്നാട്ടിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. അതെ, നമ്മളിതാ മീൻ വറക്കാനുള്ള സംഗതികളെല്ലാം സെറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധനം ടെസ്റ്റ് അടിക്കണം, ബാക്കി വിടണം, വറക്കുന്നു, ടെസ്റ്റ് അടിക്കുന്നു, വറക്കുന്നു, ടെസ്റ്റ് അടിക്കുന്നു. വറുത്തോണ്ടിരിക്കുകയാണ്. അവിടെ കറി താക്കിക്കൊണ്ടിരിക്കണം. സംഗതി ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ നല്ല രീതിയിലൊരു ഉറക്കം ഉറങ്ങി കേട്ടോ. ചെറിയ ഉറക്കം എന്ന് വെച്ചാൽ ചെറിയ ഉറക്കമല്ല, നല്ല അടിപൊളി ഒരു ഉറക്കം ഉറങ്ങി. അടിപൊളിയായിരുന്നു. അപ്പോൾ എന്താ ജനറേറ്ററൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇൻവേർട്ടറിന് പറയും ജനറേറ്ററാണ്. സോളർ വെച്ചു. ഭക്ഷണമാണ് ജീവിതം, ജീവിതമാണ് ഭക്ഷണം. ആദ്യം തീറ്റ. നന്നായി. ഓരോരുത്തർ പ്ലേറ്റ് കൊണ്ട് കാവലിക്ക. വറുത്തോണ്ടിരിക്കുന്നു. വറക്കട്ടെ. ഊണയിക്കാം. നമുക്ക് പോവാം. ആയിക്കോട്ടെ. അങ്ങനെ മീൻ വറുത്ത് കിട്ടിയിരിക്കുകയാണ്. ഇവിടുത്തെ ഓരോ പൈക്കുള്ള കൊമ്പ് ഇട്ടാലും മതി. കൊമ്പളല്ലേ? ഓ വല്ലാത്ത കൊമ്പ്. ഒരു കുത്ത് കിട്ടിയാൽ മതി, തീർന്നു. ആള് ക്ലാസ്. കൊമ്പും കൊണ്ട് ഒരു കുത്ത് കിട്ടിയാൽ മതി, കഴിഞ്ഞു. അത് തമിഴ്നാട് ചായ. കേരള ചായ വേറെ. അത് വേണമെങ്കിൽ നമ്മൾ പോയിട്ട് ഉണ്ടാക്കേണ്ടി വരും. മീൻകറി ഇഷ്ടപ്പെട്ടില്ലേ? മീൻ വറുത്ത ഇഷ്ടപ്പെട്ടു. ഞാനിനി മത്തി വാങ്ങിയിട്ട് മുളക് പൊടി കഴിയുമ്പോൾ വെയിലത്തൊക്കെ വയ്ക്കും. അപ്പൊ അണ്ണി എടുത്തിട്ട് പോകും. എന്നിട്ട് അമ്മ നാട്ടിൽ വെക്കും. പാവം കൊമ്പ് ഇതാക്കിയാണ്. ഇതിൻ്റെയൊക്കെ കൊമ്പും നല്ലൊരു കൊമ്പാണ്. ഇത് മൊത്തം നമ്മുടെ ചോളമാണ്. ബേബിക്കോൺ ആയെന്ന് വെച്ചാൽ ഉണ്ടാവില്ലേ? അതുണ്ടാവും, ബേബിക്കോൺ ഉണ്ടാവും. ഇതെന്തിൻ്റെ മെഷീനാ? ആർക്കെങ്കിലും അറിയിച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. സംഗതി ഗോതമ്പല്ലല്ലോ. അതെങ്ങനെ ഗോതമ്പാവ്? ചോളത്തിൻ്റെ എന്തെങ്കിലും, ചോളത്തിൻ്റെ കൃഷിയല്ലേ? അല്ല, ഇതെന്തിൻ്റെ? ഇത് ചോളം അല്ലല്ലോടാ, വേറെന്തോ സാധനം. എന്തായാലും അതിന് ആസ്പദമായ സാധനമായിരിക്കും. അല്ലാത്ത ഇവിടെ ചാക്കിലോണ്ട് തന്നെയുണ്ടോ? ഓ, ഉരുളൻകിഴങ്ങ്. നൈസ്. ലേലം വിളിച്ച് കൊണ്ടായാലോ? കിലോ 100. ഉരുളൻകിഴങ്ങിന് 10 20 30 ഉള്ളൂ കിലോ. അത്രേ ഉള്ളാവും. പച്ചക്കറി വാങ്ങാത്തോണ്ട് അതിൻ്റെ വില ഒന്നും അറിയില്ല. മഞ്ഞളുണ്ട്. ഇവിടെ എല്ലാ കൃഷിയുണ്ട് കേട്ടോ. ഇത് പുതിനയാണോ? അങ്ങനെ എന്തോ സംഗതിയാണ് ഇവിടെ. സത്യമംഗലം കാടുകൾ കഴിഞ്ഞ് നമ്മൾ അതെന്താ റോസ് കളറിൽ എന്തോ ഒരു സാധനം. എന്നെ മുളക് തണ്ണ മുളകാണോ അത്? എന്തായാലും ഇവിടെ വന്ന എല്ലാ വെറൈറ്റീസ് ഓഫ് കൃഷികളും നമുക്ക് കാണാൻ പറ്റും. അതാണ് ഒരു പ്രയോജനം. ഒരു ദിവസം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തിങ്ങനെ നടക്കാം. തെണ്ടി തിരിഞ്ഞിട്ട് ഒരു ദിവസം ഇഷ്ടം പോലെ. സത്യത്തിൽ കയ്യിൽ ചെറിയ ഇലക്ട്രിക് സ്കൂട്ടി കൂടെ വേണം. 1.5 ഡിക്കി കയറ്റാൻ പറ്റിയ ഒരു സ്കൂട്ടി ഉണ്ടെന്ന് കാരണം വാങ്ങിച്ചേക്കണം. എടുക്കുക, പോവുക, പിടയ്ക്കുക. മുളക ശബ്ദം കേട്ടിട്ട് എന്താ തോന്നുന്നു മറിക്കണത്? ബസ്സോ? അയ്യോ, ഇവിടെ ബസ്സുണ്ടോ?
എന്തോ ഭാഗ്യം നമ്മൾ നടുറോട്ടിക്കാർക്ക് നിർത്താത്ത. ഈ സാധനം കേട്ടോ മുളകാണ്, മുളക് കണ്ടോ? ശരിയാ, മുളകാണ്, മുളകും തൈയാണ്. ചെറിയ ഇടക്കൃഷിയായിട്ട് വാഴ ഉണ്ട്. ഫുള്ള് ലോഡാ. സ്കൂൾ വിട്ട സമയമാവും. സമയം എന്താ 4:45 അതിൻ്റെതാണ്. സംഗതി എന്തായാലും നൈസ് പരിപാടിയാണ്. കുറേ സംഗതി ആന വരാതിരിക്കാനുള്ള വേലി കാണിച്ചു തരാം നിങ്ങൾക്ക്. അതും ചെറിയ വേലിയൊന്നുമല്ല, വലിയ വലിയ കമ്പികൾ തൂക്കിയിട്ടിട്ടുള്ള വേലികളാണ്. വീരപ്പൻ്റെ കാട് അത്രേ. നമ്മൾ സത്യമംഗലം കയറി വന്നു. ഇത് കഴിഞ്ഞ് സത്യമംഗലം മലനിരകളാണോ എന്ന് വെച്ചാൽ അറിയില്ല. എന്തായാലും നമുക്ക് നൈസായിട്ട് കണ്ടോ ഈ ഒരു രീതിയിലാണ് ആനകൾക്ക് ഷോക്ക് അടിപ്പിക്കാനുള്ള ഓരോ പരിപാടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ പോകുന്ന നാട്ടുകാരെ കൂടി മരിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന് കിട്ടുമല്ലോ. സംഗതി അത് സ്പ്രൈയറിലായിട്ടുള്ള കമ്പി ഇങ്ങനെ താഴത്തേക്ക് തൂക്കിയിട്ടിറക്കുകയാണ്. അതൊക്കെ അവിടെ ഫുള്ള് ഇലക്ട്രിക് ഷോക്ക് ഉണ്ട്. പകൽ ആന വരില്ല പോകുന്നുണ്ട്, രാത്രി വരും പോകുന്നുണ്ട്. തൊട്ട് കഴിഞ്ഞാൽ ആനക്ക് എന്നുള്ള വർക്കിൽ കിട്ടും. കുറേ കമ്പികളുണ്ട്. നമുക്കും ഷോക്ക് അടിക്കും മിക്കവാറും. കാരണം പിന്നെ ആനയ്ക്ക് അടിക്കണമെങ്കിൽ നമുക്ക് അടിക്കണമല്ലോ. സോളാർ വെച്ചിട്ട് ലൈറ്റിനുള്ള സോളാറാട്ടോ. അത് നല്ല സംഗതി അല്ലേ? കാരണം ലൈറ്റ് ഫ്രീ എനർജിയാണ്. രാത്രി കത്തിക്കിടക്കുകയും ചെയ്യും, രാവിലെ തന്നെ കേടുകയും ചെയ്യും. നമ്മുടെ വീടുകളിലും അത്യാവശ്യം ലൈറ്റ് വേണ്ടിടത്തൊക്കെ ഈ ഒരു സെറ്റപ്പ് ചെയ്താൽ അടിപൊളിയായിരിക്കും. അത് പുറത്തൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യണം, അവിടെ അങ്ങനെ സെറ്റ് ചെയ്തിരുന്നു. നൈസ്. ഞാൻ നമ്മുടെ ഏതോ ഒരു ചാനലിൽ കണ്ടിട്ടുണ്ട്. അതായത് എന്താ അവർ നൈസായിട്ട് വീടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സോളാറിലെ ലൈറ്റ് കൊണ്ടാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. അതെന്തായാലും നല്ലൊരു പരിപാടിയാണ്. കുറേയൊക്കെ ചുമ്മാ നടക്കുക, കുറച്ച് റേറ്റൊക്കെ ഉണ്ടെങ്കിലും എന്തായാലും കുഴപ്പമില്ല. നിങ്ങളെവിടെ പോയി വന്നാ? അപ്പോൾ രാവിലെ നടക്കാന്ന്. ഇതെന്ത് ചെടിയാണത്? ഇത് ചെറുപഴുതലങ്ങി അല്ലല്ലോ, ഇത് പഞ്ഞി. പഞ്ഞിയെടുത്ത് ഇങ്ങനെ ഉണ്ടാവുക. നമ്മുടെ നാട്ടിൽ വലിയ മരല്ലേ ഉണ്ടാവുക. ഉണ്ടോ പഞ്ഞി ഇങ്ങനെ നിൽക്കുന്നത്? ഓഹോ, ഇത് ഇത്ര അതുവരെ പോളൂ. അവിടെ തിരിച്ചു വരിട്ടാണോ അറിയില്ല കേട്ടോ. ചിലപ്പോൾ നമ്മൾ തിരിച്ചോടത്ത് പോയിട്ട് വരും. മാറി നല്ല വരവാ. കുറച്ചായിട്ട് പിന്നെ കാണാം. ഗൈസ്, ഇത് മുട്ടക്കോസാണോ ലെറ്റീവ്സ് ആണോ? ആർക്കെല്ലാം അറിയിച്ചൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ഇങ്ങനെയാണ് ചെടി, കണ്ടില്ലേ? സകലോടത്ത് കൂടെ പോയിട്ടുണ്ടല്ലോ. ഓറഞ്ചാണോ വേറെന്തേലാണോ? ഓറഞ്ച് കളറിലുള്ള വേറെന്തേലാണോ? അവിടെ നല്ല പശമുള്ള മണ്ണാട്ടോ. കാല് ആവോ ഈ അന്യായം. ഓറഞ്ചൊന്നല്ലടാ. ആടാ ഓറഞ്ചാടാ, ഓറഞ്ചാണ്. ഓറഞ്ച് തന്നെ. അത് നാരങ്ങ. എടാ നാരങ്ങലാടാ. എടാ നാരങ്ങ. എനിക്ക് നാരങ്ങ പോലെ തോന്നി, പക്ഷെ കണ്ടപ്പോ ഓറഞ്ച് തോന്നി. അത് പഴുത്താ പിന്നെ എന്ത് കളറാണ് ഉണ്ടാവുക? ഇന്നെ കൂടി പറ്റിക്കാൻ വേണ്ടിട്ട്. പക്ഷേ ഇവിടെ നാരങ്ങക്ക്, വലിയ നാരങ്ങക്ക് ആൾക്ക് ഡിമാൻഡില്ല. നമ്മളെ നാട്ടിൽ നല്ല ഡിമാൻഡാ. ഇതൊക്കെ വെറുതെ, അതൊക്കെ നാരങ്ങ. എന്തിനപ്പോ ഉഴുത് മറിച്ചിട്ടുണ്ടാവുക? ലെറ്റീവ്സ് ആണോ മുട്ടക്കോസാണോ? കോളിഫ്ലവർ അല്ല, ലെറ്റീവ്സ് ആണെന്ന് തോന്നുന്നുണ്ട്. അയ്യോ, ചളി ചളി ചളി. ചിലപ്പോൾ അങ്ങനെ ഒഴിവാക്കി വിട്ടതാവാം. അതെ, നമ്മുടെ നാട്ടിലുള്ളവർ. അപ്പം നമ്മളെന്താ അവസ്ഥ? അങ്ങനെ പറയരുത്. അല്ല, ഇവിടെ ഉള്ളവർ കൃഷി എന്തൊക്കെ ആയിട്ട് നടക്കുന്നവരാണെന്ന് ഇപ്പം പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ കൃഷി ഒന്നും നോക്കാതെ നടക്കുക. അപ്പോൾ ഞങ്ങൾ പിന്നെ എന്തെങ്കിലും നമ്മളിങ്ങനെ കൃഷി നോക്കിയിട്ട് നടക്കുകയാണല്ലോ. പക്ഷെ അല്ല കേട്ടോ, നമ്മുടെ അതായത് ന്യൂ ജനറേഷനിൽ പെട്ടവരും അത്യാവശ്യം കൃഷിയൊക്കെ നോക്കി നടക്കുന്നവർ, അത്യാവശ്യം നല്ല രീതിയിൽ ഇതാവുന്നവരൊക്കെ ഉണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. എൻ്റെ ഇഷ്ടം വണ്ടി ആയത് കാരണം ഞാൻ വണ്ടി ഫീൽഡിലേക്ക് വന്നു. അതുപോലെ തന്നെ എൻ്റെ ഇഷ്ടം എന്തായത് കാരണം വണ്ടി. അതുപോലെ വണ്ടി, അത് ഓരോ ഭാഗത്തും ഓരോ ഇഷ്ടങ്ങളാണ്. നമ്മളൊരിക്കലും ഒരാളെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരവർക്ക് ഇഷ്ടമുള്ള പോലെ
സെറ്റാവുക, അതാണ് അടിപൊളി. മറ്റേത് നിർബന്ധിതമായിട്ടൊരു കാര്യം മാക്സിമം നോക്കുക അതിലെ പിടിച്ചിരിക്കാൻ, എന്നിട്ട് തീരെ പറ്റില്ലെങ്കിൽ നമ്മളൊക്കെ മാറാം. ഓക്കെ, എന്തായാലും നമ്മൾ നൈസായിട്ട് അടിപൊളി വ്യൂ. ക്യാമറ ഒക്കെ ഓണായിട്ട് കിടക്കണ വട്ടിസിസ് വഴി ചേർന്നൊക്കെ കൃഷി പണി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് സെറ്റായി നടക്കുന്ന ആളാണ്. പക്ഷേ ഇവരെന്താ വെച്ചാൽ അത്രയും കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. കാരണം നല്ല വെയിൽ, ഇവിടുന്ന് ഇപ്പോൾ തണുപ്പ് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സമയം നോക്കുകയാണെങ്കിൽ ഏകദേശം 5:45. ചെറിയ തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും സംഗതി അടിപൊളിയാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അതുപോലെ പൈക്കളെ മേച്ചിട്ട് പൈക്കളെ വിളിക്കുകയാണ് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും പോയി ഒരു ടൈം ആകുമ്പോൾ പോയി മേയൊക്കെ ചെയ്യും. നൈസായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് എന്തായാലും ഇവിടെ കോണ്, ആ ചെറിയ പൂവല് പോലത്തെ സാധനം കാണാണ്ടല്ലേ, അതാണ് ബേബി കോണായിട്ട് വരിക. പുറത്തുള്ളത് വലിയ കോണാട്ടോ, അത് വലിയ കോണാട്ടോ, ബേബി കോണല്ല. അതിൻ്റെ മറ്റേ മുടിയാണ് കാണുന്നത്. അയ്യോ, നമ്മൾ എന്താ ഇത് എന്തായാലും മലയാളത്തിൽ പറയുക ചോളകം. ചോളകം പെട്ടെന്ന് ആവില്ല വരുന്നില്ല. ചോളമാകുമ്പോൾ അതിലൊരു കുറേ മുടി പോലത്തെ സംഗതി ഉണ്ടാവില്ല, ആ സാധനമാണ് ഇത് കാണുന്നത്. അപ്പോൾ പോയി ഇതാക്കിയാലും തിന്നാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഓരോ സ്ഥലത്തിനും ഓരോ തരത്തിലുള്ള ഇതുണ്ട്. എന്തായാലും അടിപൊളിയാണ് ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം, ഒരു രക്ഷയിൽ ഫുൾ അടിപൊളി. ഇപ്പോൾ വരുന്ന വണ്ടികളുടെയൊക്കെ മണിച്ചിത്രത്താഴ് പോലത്തെ പൂട്ടത് ഈ ഒരു സാധനമാണ്. ഈ ത്രികോണം പോലത്തെ സംഗതി ഇത് കണ്ടില്ലേ, നമ്മുടെ ഈച്ചിൻ്റെ യൂണിറ്റ് തുറക്കാൻ ചോദിച്ചാൽ മുണ്ടൊക്കെ ഒന്ന് മടക്കി കുത്തിയിട്ട് പരിപാടി. ഞാൻ സംഗതി നമ്മൾ ചേസ് വരുമ്പോൾ കാണുന്നല്ലാണ്ട് ഈ ഒരു രീതിയിൽ തുറക്കാൻ പറ്റില്ല. ഇത് ജസ്റ്റ് ചാവിടുക, ഒരു തിരി അങ്ങട്, ഒരു തിരി ഇങ്ങട, അങ്ങനെ ഇങ്ങോട്ട് തുറക്കാം. ഇതാണ് നമ്മുടെ എക്സോസ്റ്റ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം. ഒരു കുറ്റിയൊക്കെ ഉണ്ട് കേട്ടോ, 2 സൈഡും കുറ്റിയിട്ടില്ലെങ്കിൽ. ഇവിടെ കാണുന്നതാണ് നമ്മുടെ എയർ ഫിൽട്ടർ. ഇത് പിന്നെ എക്സോസ്റ്റ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം. എന്താല്ലേ ഇതിൻ്റെ ഉള്ളിൽ ഓരോ സംഗതികൾ നമുക്ക് പോലും മനസ്സിലാവില്ല. പലതരം ഇലക്ട്രോണിക്സും അതിനനുസരിച്ച് സെൻസേഴ്സും അടിപൊളിയാണ്. അതുപോലെ തന്നെ വേറെ സാധനം വെച്ചാൽ AC യുടെ സാധനം, ആ ട്രാക്ടർ കൊണ്ടുപോകും കേട്ടോ. ഇത് ലോക്ക് ചെയ്തിട്ട് തീ പറഞ്ഞില്ല കൊണ്ടുവരോടൊക്കെയാണ്. അത് കാറില്ല. നമുക്ക് AC യുടെ സാധനങ്ങളുണ്ട്, AC യുടെ പുള്ളി, AC യുടെ ആൾട്ടർനേറ്റർ, ഈ ഐറ്റംസ് ഒക്കെ അത് ഈ പുറത്താണ് വരുന്നത്. ഇത് വന്നിട്ട് AC യുടെ ആൾട്ടർനേറ്ററാണ് ഈ ഇരിക്കുന്നത്. എൻ്റെ ഉള്ളിൽ കംപ്രസർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ഇതാണ്ട് ഈ കാണണം കേട്ടോ, നമുക്ക് അധികം കാണാൻ പറ്റും. ഈ ഒരു രീതിയിൽ എവിടെ ആ കാണുന്നത് കംപ്രസറിൻ്റെ യൂണിറ്റാണ്. ബാക്കി ഇത് സ്പ്രിങ്ങാണ്, കാരണം ആ ഒരു ബെൽറ്റ് ടൈറ്റ് ലൂസ് ആവണതിൻ്റെ സ്പ്രിങ് ആക്ഷൻ, അതിന് വേണ്ടിയിട്ട് വൈബ്രേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയാണ് സംഗതികൾ. കണ്ടോ, ഇത്രയേ ഉള്ളൂ സെറ്റപ്പ്. പണ്ടത്തെ വണ്ടിയൊക്കെ നമുക്ക് മോൾ ഭാഗം വരെ ആ ഒരു സിസ്റ്റം വന്നിരുന്നു, ഏകദേശം ഇതുവരെ ആ ഒരു യൂണിറ്റ് വന്നിരുന്നു. അപ്പോൾ എന്നിട്ട് അടിയിൽ തന്നെ തീർക്കണതാണ്. നമുക്ക് ഇവിടെ സ്പേസ്, ഇങ്ങനെ ഒരു അലമ്പില്ലാത്ത സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ പെട്ടിട്ട് നമുക്ക് ഇരിക്കാം. ഓരോ സെറ്റപ്പ്, പ്രകാശം ലീലേൻ്റെ ഒക്കെ ഉണ്ടാക്കണ പണികളാണിതൊക്കെ. ഇന്ന് നമ്മൾ മട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൻ്റെ വീഡിയോ സെറ്റാക്കാം. ഇന്ന് നമ്മൾ ഇവിടുന്ന് പോകുന്നൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം. യെസ് ഗായ്സ്, നമ്മളിന്ന് മട്ടൻ ബിരിയാണി വെക്കാൻ പോവുകയാണ്. മട്ടൻ ബിരിയാണി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എവിടെയുള്ള പറയൂ രഞ്ജിത്ത്, ഈ കഴിഞ്ഞ റീലിൽ പണിയെടുത്ത സത്യമംഗലം. നമ്മളിപ്പോൾ നിൽക്കുന്നത് സത്യമംഗലത്താണ്. നമ്മളിവിടെ ഫുഡും കാര്യങ്ങളും ചേട്ടന്മാരൊക്കെ ആയിട്ട് വന്നിരിക്കണേ. നമ്മുടെ കുക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ. ഇപ്പോൾ ഉച്ചയ്ക്ക് സ്പെഷ്യലി കഴിക്കാൻ മട്ടൻ ബിരിയാണിയാണ്. സ്പെഷ്യൽ മട്ടൻ ബിരിയാണി തമിഴ്നാട് സ്റ്റൈല്. അതെ, സ്പെഷ്യൽ മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മൂപ്പരെ ഉണ്ടാക്കി ഇഡ്ലി രാവിലത്തെ ഭക്ഷണമാണ്. കുടൽക്കറി, ഇതാണ് രാവിലത്തെ കേട്ടോ. നമ്മുടെ മട്ടന്റെ ബോട്ടി എന്ന് പറയും, ബോട്ടി. ഇഡ്ലിയും ബോട്ടിയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ ഇതാ നമ്മൾ മട്ടൻ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാ നമ്മുടെ ചേട്ടന്മാര് ഇതാ വന്ന് ഉങ്ക പേരെന്നാ? മുരുകൻ. മുരുകനാണ് നമുക്കിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം സത്യമംഗലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ
കഴിഞ്ഞ ദിവസം സൗത്യമകൾക്ക് നമ്മൾ ബസ് കൊണ്ട് വന്നിരുന്നു. അത് ആരെങ്കിലും കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പോയി വാച്ച് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ള ബിരിയാണിയും പിന്നെ ഇതാ മീനും കാര്യങ്ങളൊക്കെ വെയിലത്ത് ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. കാരണം മസാല എന്തൊക്കെ പിടിപ്പിക്കാനുള്ള ഒരു ചെറിയൊരു ടെക്നിക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നമുക്ക് എന്ത് ചെയ്യാം, തൊട്ടപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ടോ ഫുൾ കൃഷിഭൂമികളാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ചോളം അതുപോലെ തന്നെ കണ്ണിക്കണ്ട കൃഷിഭൂമികളാണ് ആ സൈഡ് മുഴുവനുള്ളത്. അവിടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് മട്ടൻ ബിരിയാണിയുടെ വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ അതിന് ഓരോരോ കാര്യങ്ങൾ ഇതാ അവിടെ കഷ്ണങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഇവിടെ അതിൻ്റെ മസാല മിക്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോരോ വിശേഷങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്, ഇപ്പോൾ നമ്മൾ മട്ട ഇട്ടു മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ വിശേഷം ഫുള്ള് ഇതായിരിക്കും. ഫുഡ് വയ്ക്കലും കാര്യങ്ങളും എല്ലാമായിട്ട് എന്തായാലും മിസ് ചെയ്യട്ടെ, അടിപൊളിയായിരിക്കും. ആദ്യം തന്നെ ഇതിൻ്റെ മസാലയെല്ലാം ക്രിയേറ്റ് ചെയ്ത് ഞാൻ കുറച്ച് വഴുകി വരാതുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ആദ്യം മുതൽ നിങ്ങൾക്ക് ഇതാക്കിയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് മസാലകളെല്ലാം ഇട്ടിട്ട് മട്ടൻ വേവിക്കാൻ വെച്ചിരിക്കണം. ഇനി ഇത് വേവണമാ? 1 മണി നേരമാവും. 1 മണിക്കൂറോളം ഇത് വേവാൻ ടൈം പിടിക്കും. ഇപ്പോൾ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്തു. ഇനി ഇത് വെന്തിട്ട് അതിൻ്റെ ഇടയിൽ ഇളക്കി കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അടുത്തത് നമ്മളിടാൻ പോകുന്നത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അണ്ണാ ഇതൊക്കെ മസാലയ്ക്ക് എന്നെ പോട്ടിച്ച് ആണി ബിരിയാണി മസാല அந்த ஐட்டம்ஸ் அப்புறம் தான் போகணும். ஓகே, அதுக்கப்புறம் இது என்ன? பட்டை சோம்பு, பட்டை கிராம்பு அந்த மாதிரி ஐட்டம்ஸ் எல்லாம். அப்புறம் தாளிப்பு വെച്ചാൽ ഇതാണ് റോജാ മുക്ക് അണ്ണാജി മുക്ക്. ഇത് നമുക്ക് എന്താ ഭാഷ സംഗതി എന്തായാലും ബിരിയാണി മസാല എന്താ എല്ലാമേ ഒരുമിച്ച് പോട്ടിടിച്ച് അതുക്കപ്പുറം എണ്ണയിൽ വഴറ്റിയിട്ട് നമ്മൾ ബാക്കി എന്താ കിസ്മിസ് അല്ല അത് അണ്ടിപ്പരിപ്പ് ഇട്ടു, എന്നിട്ട് ഇത് ഇട്ടു, അതായത് നമ്മുടെ മട്ടൻ ഇട്ടു, എന്നിട്ട് അത് തിളയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ തിളയ്ക്കാൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, കാരണം ആദ്യമേ കാണിക്കാൻ പറ്റില്ല. ഇത് മിക്സ് ചെയ്തിട്ട് ബാക്കി നോക്കാം. കൊഴുപ്പ് മട്ടനോട് കൊഴുപ്പ് താ. ഓക്കെ, ഓഹോ, മട്ടനോട് കൊഴുപ്പാണ്. அதுக்கு கொழுப்பு இதுக்கு மட்டும் போடணும். பசையா இருக்கு. ஓ அப்படியா? ஓ இது வந்து மட்டனோட தண்ணி தான் இந்த ஊருக்கிட்ட இருக்குல்ல. ഇത് വേറെ വെള്ളമൊന്നും വെച്ചിട്ടില്ല കേട്ടോ. സംഗതി മട്ടൻ വേവിക്കുമ്പോഴുള്ള വെള്ളമാണ് ഇത് മൊത്തം. ഓ, ചൂടേറുമ്പോൾ തണ്ണി വന്നുകിട്ടേ ഇരിക്കും അല്ലേ? ഓക്കെ, പിന്നെ ചൂടാകുമ്പോൾ തണ്ണി അങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ എന്തായാലും അടിപൊളി പരിപാടിയാണ് കുക്കിംഗ് ഒക്കെ ഉള്ളത്. കുറച്ച് ക്ഷമ വേണമെന്നേ ഉള്ളൂ, പക്ഷേ സൂപ്പർ പരിപാടിയാണ്. അങ്ങനെ നമ്മൾ 2 ചിരട്ട ഇട്ടിട്ടുണ്ട്. ചിരട്ട ഇട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് വേവാനും ചിരട്ടയിൽ കുറച്ച് സംഗതികളുണ്ട് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ശരീരത്തിന് നല്ലത്. പാവക ഐറ്റംസൊക്കെ പെട്ടെന്ന് വേവെന്നാണ് പറഞ്ഞത്. എല്ലാ ബിരിയാണിയിലും പോടുമോ? എല്ലാ മട്ടൻ ബിരിയാണിയിലും മട്ടൻ താൻ പോടുക ചിരട്ട? இந்த ചിരട്ട എല്ലാ ബിരിയാണിയും പോടുമോ? എല്ലാ ബിരിയാണി அந்த ചിരട്ട എല്ലാ ബിരിയാണിയിലും പോടുമോ? അങ്ങനെ നമ്മൾ അരി അളന്നെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു കപ്പൊക്കെ എവ്വളോ തണ്ണി തേവപ്പെടുത്ത്? 2 കപ്പ്. ആ ശരിയാണ്. അതായത് ഏകദേശം ഡിക്കിയിലെ തണ്ണി ഇറക്കും, വണ്ടിക്കുള്ള തണ്ണി ഇറക്ക്. വെള്ളം ഒഴിക്കണം. ഓൾറെഡി 2-3 കപ്പൊക്കെ ഒഴിച്ചു. 3ാമത്തെ കപ്പ് ഒഴിക്കുക. മൊത്തം 2 ജഗ് താ എനിക്ക്. 2 അല്ല 3, ഇപ്പോൾ 4ാമത്തെ ജഗ്. ഞാൻ ശ്രദ്ധിച്ചില്ല, അത് വേറെ സത്യം. 2ക്ക് 4. നമ്മളങ്ങനെ മട്ടൺ ഡ്രൈ ഫ്രൈക്കുള്ള സാധനങ്ങൾ ഇതാക്കിയിട്ടു. ചെറിയ ഉള്ളി, പിന്നെ ഇത് പോട്ടിടിച്ചില്ലയാ? ഇത് തന്നെ
വലിയ ഉഴുന്ന്, കടലപ്പരിപ്പ്, കടുക്, ചിന്ന വെങ്കായം, കറിവേപ്പില, അപ്പോൾ ഉണക്കമുളക്. ഓക്കെ. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വന്നിട്ട് നമുക്ക് ഉണക്കമുളക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ചെറിയ ഉള്ളി വരുന്നുണ്ട്, പിന്നെ വലിയ കടലപ്പരിപ്പ് വരുന്നുണ്ട്, പിന്നെ ചിന്ന വെങ്കായം ഓൾറെഡി പറഞ്ഞു, പിന്നെ കടുക് വരുന്നുണ്ട്. ഇതെന്നാ വലിയ ഉഴുന്ന്. ആ அப்படி இட்லிக்கு இட்லி இல்ல இட்லிக்கு வரல இது ரெண்டா உடைச்சது. இது வந்து கடுகு. அதோட மிக்சிங் வெள்ளை உளுந்து. வெள்ளை உளுந்து தான். அப்புறம் கடலைப்பருப்பு. ஓகே, அதெல்லாம் மிக்ஸ் ചെയ്യുന്നുണ്ട്. இந்த மூணும் போடணும். தாளிப்புக்கு இந்த மூணும் போடணும். ഓക്കെ. മട്ടൺ ഡ്രൈ ഫ്രൈ താനത്? മട്ടൺ ഡ്രൈ ഫ്രൈ. ഓക്കെ. നമ്മുടെ മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇതാ മട്ടൻ ഡ്രൈ ഫ്രൈക്കുള്ളത് മട്ടൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. 2-3 മട്ടൻ സ്പെഷ്യൽസാണ് മൊത്തം. അണ്ണാ എന്താ നാടൻ കോഴി ഏതൊക്കെ? നാട്ടുകോഴി പള്ളിപ്പാളയം. എന്നത്? சிந்தாமணி. அப்படியா? அது என்னதா கறியா இருக்கு, என்னதா இருக்கு அந்த நாட்டுக்கோழி எதுக்குதா? அதுதான் பள்ளிப்பாளையம். ட்ரை வர கிரேவி கூட இருக்காது. சின்னதாக பீஸா ட்ரையாக இருக்கும். ഓക്കെ. നാടൻ കോഴി ഉണ്ടായിരുന്നു, അതിന് ചെറിയ ഇതാക്കിയിട്ട് സെറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത് ഡ്രൈ ഫ്രൈനുള്ളത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതും വേവണം. അങ്ങനെ ഓരോന്നായിട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനിയാണ് ഡ്രൈ ഫ്രൈ ആയിക്കൊണ്ടിരിക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് വിളക്കെണ്ണ നോക്കിയത് ഇതിൽ നാളികേരട്ടുണ്ട്, ഇതിലൊരു ഫുൾ തേങ്ങ ഇട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ അവരിത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നത് കണ്ട ഈ രീതിയിൽ ഗ്യാസ് ഒന്നും കൂടി പവറാവാൻ വേണ്ടിയിട്ട് സൈഡിൽ കൂടെ ചൂടുവെള്ളം ഒഴിക്കുക. കാരണം ഉള്ളിൽ തണുത്തിരിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ചൂടുവെള്ളം ഒഴിച്ചാൽ നമ്മൾ വേസ്റ്റ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ആകുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ വലിയ പ്രശ്നമില്ല. ഓക്കെ, ഓൾ ടൈം മട്ടൻ മസാല. ആൻഡ് അടുത്തതായിട്ട് നമ്മൾ മട്ടൻ മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കി സെറ്റാക്കണം. தேங்காய் எது நல்லா வேக இருக்கா? സീക്രം വേഗത്തുക്ക്. ഇനി അടുത്ത വേവാൻ തണ്ണി ഒഴിക്കാൻ കേട്ടോ. അത് വെന്തിട്ടിരുന്നു. ഇതൊക്കെ എவ்வளோ தண்ணி தேவைப்படும்? மொத்தமாக முழுகி கிடக்கிறது போல் மொத்தமாக முழுங்கினதான் வேகு. கறி வேக ஒன்றும். ഓ കറി മട്ടൻ ഇനി അത് കിടന്ന് തിളച്ച് വേവാക്കും. കുറുകി നമുക്ക് ഡ്രൈ ഫ്രൈ ആക്കാമല്ലോ. അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ മീൻ വറുത്തുകൊണ്ടിരിക്കാൻ കണ്ടില്ല. മീൻ ഇതാ ഓരോന്നായിട്ട് വറുത്തിടുന്നു. ഇപ്പുറത്ത് നമ്മുടെ ബിരിയാണി റെഡി ആവുന്നു, ഇപ്പുറത്ത് നമ്മുടെ ഡ്രൈ ഫ്രൈ റെഡി ആവുന്നുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കും. മട്ടൻ കുളമ്പ് அப்படியே തിളച്ചിട്ട് இருக்கு. பார்த்தியா? ஆயிடுச்சா? ஒரு பிச்சு അങ്ങനെ ഏകദേശം ഐറ്റംസൊക്കെ ആയി. നമ്മുടെ ബിരിയാണി ദേ ഇവിടെ റെഡിയായി. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ മീൻ വറുത്ത് റെഡിയാക്കി. ഏകദേശം എല്ലാ മീനുകളും അവസാന ഘട്ടത്തിലെത്തി. പുറത്ത് നമ്മുടെ ഇത് റെഡിയാച്ചാ എന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വേവട്ടെ. ഓൾ സെറ്റ്. അങ്ങനെ നമ്മൾ മൈദമാവിൽ ഇതാ
പഴംപൊരി ചുട്ട് കിട്ടിയവർക്കെ നമ്മൾ തന്നെ ചുടണം, നമ്മൾ തന്നെ തിന്നണം. അതൊക്കെ അടുപ്പിച്ചടുപ്പിച്ചായി. അങ്ങനെ എൻ്റെ പഴംപൊരി മേക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. സംഗതി ഞാൻ തന്നെ ഇട്ടത്, അതെനിക്ക് സ്പെഷ്യലായിട്ട് കാണിക്കണം. അതാണ് കൈ കഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ പോയിട്ട് കഴിക്കും. സംഗതി കരിയുണ്ട് ചെറുതായിട്ട്. കാരണം എന്താ വെച്ചാൽ അരിമാവ്, അരിപ്പൊടി, മൈദപ്പൊടി, ജീരകം, ഈ വക ഐറ്റംസൊക്കെ വെച്ചിട്ടാണ്. സംഗതി കടലമാവ് യൂസ് ചെയ്യേണ്ടതാണ്. കടലമാവിൻ്റെ ഒരു അംശം പോലെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു, അതുകൊണ്ട് ഈ മഞ്ഞ കളറും കിട്ടി. ഇതൊരു സാധനം അടിപൊളിയാണ്. ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടില്ലെങ്കിലും ബാക്കിയുള്ള ടേസ്റ്റ് നോക്കി പറഞ്ഞു.